ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ആണയിട്ട് പറയുകയാണ്, 100% സത്യമാണ്. സ്വാമി അയ്യപ്പനാണ്, മഹാത്മാഗാന്ധിയാണ്, എനിക്ക് 2 മക്കളുണ്ട്, യാഗും യുഗും. അവരാണ് ഈ പറയുന്ന ഓരോ കാര്യവും സത്യമാണ്. ഒന്നാമത്തെ എൻ്റെ ബോധ്യം, നമുക്കൊരിക്കലും കള്ളത്തെ കള്ളം കൊണ്ട് ജയിക്കാൻ കഴിയില്ല, കള്ളത്തെ സത്യം കൊണ്ടേ ജയിക്കാൻ കഴിയും. ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല, വെളിച്ചം കൊണ്ടേ തോൽപ്പിക്കാൻ കഴിയും. വെറുപ്പിനെ വെറുപ്പ് കൊണ്ടല്ല, ബഹുമാനവും സ്നേഹം കൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ പറയുന്നത്. എന്നോട് ഇപ്പം പറയുന്നത് കേസിനെ കുറിച്ച് പറയരുതെന്നാണ്. അതുകൊണ്ട് ഞാൻ കേസിനെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അതെനിക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട്. ഓൾറെഡി നമ്മൾ കോടതിയിലും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നോട്ടീസ് തന്നിട്ടില്ല, എനിക്ക് നോട്ടീസ് തന്നാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് നമ്മുടെ പ്രോസിക്യൂഷൻ അടക്കം കോടതിയിൽ പറഞ്ഞത്. നിങ്ങൾക്ക് ഇത് അന്വേഷിക്കാവുന്ന കാര്യമാണ്. ഇനി കേസിനെ കുറിച്ചല്ല, എനിക്ക് കേസിനെ കുറിച്ച് 2 കാര്യങ്ങളുണ്ട്. കേസിനെ കുറിച്ച് പറയരുതെന്നുള്ളതുകൊണ്ട് അത് പറയുന്നില്ല. പക്ഷെ ഈ വ്യാഴാഴ്ച നടന്ന ഒരു കാര്യം എനിക്ക് എന്തായാലും പറയാം. ഈ വ്യാഴാഴ്ച ജാമ്യം കിട്ടേണ്ടതായിരുന്നു. അപ്പോൾ അവിടെ അഡ്വക്കേറ്റ് കയറി ഓപ്പൺ കോടതിയിൽ അടുത്ത കള്ളം പറഞ്ഞു, പോലീസ് റിപ്പോർട്ട് കിട്ടിയില്ല. നിങ്ങൾക്ക് പോലീസിലൊക്കെ ബന്ധമുള്ളതല്ലേ, അന്വേഷിക്കാം. പോലീസ് ഓൾറെഡി റിപ്പോർട്ട് കൊടുത്തിരുന്നു. എന്റെ ഫ്രണ്ടിലിരുന്ന ഇറിറ്റേറ്റഡ് ആയ പോലീസുകാർ അവിടെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന്. അതായത് എനിക്ക് ജാമ്യം നിഷേധിക്കാനായി, സിമ്പിളായിട്ട് പറഞ്ഞാൽ എലക്ഷൻ കഴിയുന്നത് വരെ എങ്ങനെയെങ്കിലും എന്നെ അകത്തിടണം, ഇത്ര മാത്രമേ ഉള്ളൂ കാര്യം. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബദലായിട്ട് സ്ത്രീ പീഡനം, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം റേസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. ഞാൻ വെളിയിലുണ്ടെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അതിനെതിരെ ശക്തമായി ക്യാമ്പയിൻ ചെയ്യുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് എങ്ങനെങ്കിലും ഇലക്ഷൻ കഴിയുന്നവരെ അറസ്റ്റ് ചെയ്തിടണമെന്ന് ആഗ്രഹമാണ്. ഇത് ശരിയാണോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. 2 പോയിന്റും കൂടെ, ആരോടും ഇതിൽ ദേഷ്യമില്ല, ആർക്കെതിരെയും പരാതിയില്ല. പക്ഷെ ഹൈക്കോടതിയിൽ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് എനിക്ക് നോട്ടീസ് കിട്ടിയില്ല, നോട്ടീസ് തന്നു എന്ന് കള്ളം പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ ഹലോ ശരി 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 ഓക്കെ ശരി ഓക്കെ. കരഞ്ഞോണ്ട് ഭാര്യ പറയുകയാണ്, പോലീസ് സ്റ്റേഷനിൽ വന്ന് എൻ്റെ അമ്മ കരഞ്ഞോണ്ട് പറഞ്ഞു, മോനെ നിർത്ത്, എന്തിനു വേണ്ടിയാണ് ഞാൻ ആ ഫൈറ്റ് ചെയ്യുന്നത്? ഈ സാധനത്തിന് വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് മെൻസ് കമ്മീഷന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 16 ദിവസത്തോളം അങ്ങനെ വ്യാജ പരാതി എന്ന് എനിക്ക് പറയാമല്ലോ, കേസിനെ കുറിച്ചല്ല, ആ വ്യാജ പരാതിയിൽ എന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടതാണ്. നിങ്ങളെ ആരെ ഇതേപോലെ അറസ്റ്റ് ചെയ്താൻ സാധ്യതയില്ലേ? നമ്മുടെ മക്കളെ ഇതേപോലെ അറസ്റ്റ് ചെയ്താൻ സാധ്യതയില്ലേ? ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ ഒരു കള്ളപ്പരാതി എടുത്തൂടെ? ഇനി വൈഫ് ഒന്ന് പറഞ്ഞുകൊണ്ടാണ് കൂടുതൽ പറയാത്തത്. ഇനി ഈ കേസിനെ ബാധിക്കാത്ത പ്രധാനപ്പെട്ട മീഡിയക്കാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ തവണ ഇതേപോലെ നിരാഹാരം കിടന്നപ്പോ, ഇപ്പൊ ഒരു കാര്യം കൂടെ, നിരാഹാരം മെൻസ് കമ്മീഷന് വേണ്ടിയാണ് കിടന്നത്, അത് പോലീസിനെതിരെയാണ് ചില ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത് കണ്ടു. കഴിഞ്ഞ തവണ ഞാൻ ഇതേപോലെ നിരാഹാരം കിടന്നപ്പോ, ഞാൻ മാത്രമല്ല ഒരുപാട് പേര് നിരാഹാരം കിടന്നപ്പോ ഒരു 4-1 എന്ന സുപ്രീം കോടതി വിധി മാറി. അത് ശബരിമല കേസിലെയായിരുന്നു. അന്ന് ഞങ്ങൾ വിശ്വാസികളുടെ പോരാട്ടം, അന്ന് എന്നെയാണ് ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോകുന്നത്. ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്റെ മുത്തശ്ശിയാണ്, പിന്നീട് അമ്മയാണ്, പിന്നീട് ഞാനും പ്രയാർ സാറുമാണ്. അന്ന് ഞങ്ങൾ നിരാഹാരം കിടന്ന് പോരാടിയപ്പോ ഒരു 4-1 സുപ്രീം കോടതി വിധി മാറി. ശരി, ഇതും കൂടെ പറഞ്ഞു നിർത്താം. ഇത് പിന്നെ ഇനി എന്താ അറിയോ, വീട്ടുകാരുടെ ആ സമ്മർദ്ദമാണ്, വീട്ടുകാരുടെ വിഷമവും കൊണ്ട് മാത്രമാണ്. ആദ്യം തന്നെ ദീപയ്ക്ക്, അമ്മയ്ക്ക്, പ്രവീണിന്, നമ്മുടെ വീട്ടുകാർക്ക് എല്ലാം നന്ദി പറയണം. സംസാരിക്കുന്നില്ല, വേറൊരു കാര്യം, ഇതല്ല വേറൊരു കാര്യമാണ്. ശരി, ഇനിയും 2 കാര്യങ്ങൾ. ഈ കേസോട് യാതൊരു ബന്ധവുമില്ല. ഈ കേസ് സാർ പറയൂ സാർ, എളുപ്പം പറയണേ സാർ. കേസുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് പറയുന്നു. എന്താ കണ്ടീഷൻ? ശരി, ഓക്കെ, ശരി. ഒരു സെറ്റ് നോട്ടീസ് തന്നില്ലെന്ന് പറയാമല്ലോ. ശരി, ഓക്കെ ഓക്കെ, ശരി, ഓക്കെ. ഒന്നും പറയുന്നില്ല. ശരി, ഹൈക്കോടതി പോകുമെന്ന് പറയാമല്ലോ അല്ലേ? ഓക്കെ, ഒന്ന് ശരി ഓക്കെ, ഓക്കെ, ശരി ഓക്കെ. ഒന്നും പറയൂല. ശരി. അത് ഇതുമായിട്ട് എന്ത് ബന്ധം സാർ? ശരി, ഓക്കെ, ശരി ഓക്കെ, മനസ്സിലായി. ശരി ഓക്കെ, ശരി ഓക്കെ, മനസ്സിലായി.
വീട്ടുകാരുടെ അഡ്വക്കേറ്റിനെയും പേടിയാണ്. ദിലീപിന്റെ കേസിനെ കുറിച്ചൊക്കെ പറയാനുണ്ടായിരുന്നു. അതുപോലും പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നില്ല. അതുപോലും പറയുന്നില്ല. കാര്യം വീട്ടിൽ തിരിച്ചെനിക്ക് പോകുന്നത്. ഇനി ഈ രണ്ട് പോയിന്റുകളാണ് മീഡിയക്കാർ ദയവായി ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ ഏറ്റവും വലിയ കാര്യം നിങ്ങളുടെ മീഡിയക്കാർക്കുള്ള പവറാണ്. കാര്യം പോലീസും അല്ലെങ്കിൽ ബാക്കി എല്ലാവരും ഓരോ ഘട്ടത്തിലും മീഡിയക്കാർ എന്തു പറയുന്നു എന്നുള്ള കാര്യം വളരെ പ്രധാനമായിട്ട് നോക്കിയിരുന്നു. മുഖ്യധാരാ ചാനലുകളെല്ലാം കണ്ടിരുന്നു. നിങ്ങൾ എണീച്ചു നിന്ന് സത്യം പറയുകയാണെങ്കിൽ ഈ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഓരോ മീഡിയക്കാരോട് ഞാൻ കാല് പിടിച്ച് അഭ്യർത്ഥിക്കുകയാണ്. നാളെ ഏത് കേസും, ഇപ്പൊ 2 കേസുകൾ ഞാൻ പറയാമെന്ന് പറയുന്നില്ല, 2 പ്രമുഖരുടെ കേസുകൾ ഏതൊക്കെയാണെന്ന് ഉദ്ദേശിക്കാമല്ലോ, എന്നെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ ആ കേസുകളിലടക്കം നിങ്ങൾക്ക് സത്യമെന്ന് ബോധ്യമുള്ളത് നിങ്ങൾ പറയണം. ഒരു ക്യാമ്പയിന്റെ ഭാഗമായി നിന്ന് കാര്യങ്ങൾ പറയരുത്. അവസാനത്തെ കാര്യം, ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസമാണ്. ആരാന്റെ മോനെ കള്ളക്കേസിൽ കുടുക്കിയാൽ അതൊക്കെ വാദവും സംവാദവും എന്ന് പറയാൻ രസമാണ്. സ്വന്തം മകൻ ഒരു കള്ളക്കേസിൽ കുടുങ്ങുമ്പോഴേ നമുക്ക് അങ്ങനെ വിഷമം അറിയും. ഞാൻ അങ്ങനെ ജയിലിൽ നിന്ന് 4-5 പേര് അവിടത്തെ എഴുതി എനിക്ക് തന്നിട്ടുണ്ട്. വ്യാജ പോക്സോ കേസിൽ വർഷങ്ങളോളം കിടക്കുന്നവർ, വ്യാജ പീഡന കേസിൽ കിടക്കുന്നവരുടെ പേരുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് പറയുന്നില്ല, ഞാൻ പറഞ്ഞ വേറെ വല്ല പ്രശ്നമാണെന്നുള്ളതുകൊണ്ട്. അതായത് 2 പേര് പരസ്പരം ഇഷ്ടം, വീട്ടുകാരറിഞ്ഞ് ഇഷ്ടവും അഫെയറുമാണ്. ആ പയ്യനെ 20 വർഷം പോക്സോ കേസിന് ശിക്ഷിച്ച് ഇവിടെ കിടപ്പുണ്ട്. ഞാൻ ഇറങ്ങാൻ നേരെ ഒരു വളരെ ഇതേപോലെ ഒരു പയ്യനെ, അവർക്ക് ഒരു പെൺകുട്ടി ഇവനും തമ്മിൽ അഫെയറാണ്. അപ്പം പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് കല്യാണത്തിന് താല്പര്യമില്ല. അപ്പോൾ ഒരു പീഡന പരാതി കൊടുത്തു. 1.5 വർഷമായിട്ട് കിടക്കുക. എത്ര പേരിങ്ങനെ കിടക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കേസിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ശ്രമിക്കണം. 2-3 കാര്യങ്ങൾ മാത്രം. 3 കാര്യങ്ങളിൽ സംഗ്രഹിക്കാം. 1, സത്യമില്ലാതെ നമ്മുടെ രാജ്യം നിലനിൽക്കില്ല. ദൈവത്തെ ഓർത്ത് നിങ്ങൾ മനസ്സിലാക്കണം, സത്യമില്ലാതെ ഈ രാജ്യം നിലനിൽക്കില്ല. ആർക്കും ആരെക്കുറിച്ചും കള്ളം പറയാവുന്ന വന്നാൽ നമ്മളെ കുടുക്കാൻ വളരെ എളുപ്പമാണ്. 2ാമത്തെ പോയിന്റ്, നിങ്ങൾ മീഡിയക്കാർ നിങ്ങളുടെ ശക്തി മനസ്സിലാക്കണം. നിങ്ങൾ പറയുന്നതിന്, ഞാൻ മീഡിയയിൽ 20 വർഷമായിട്ട് പ്രവർത്തിക്കുകയാണ്. പക്ഷെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് മീഡിയക്കാർക്ക് നമ്മുടെ ഈ നിയമ സംവിധാനത്തിൽ ഇത്രയും ബഹുമാനവും റെസ്പെക്റ്റും ഉണ്ടെന്ന്. നിങ്ങൾ പറയണ ഓരോ കാര്യങ്ങൾ അപ്പം തന്നെ ബാക്കിയുള്ളവർ ഡിസ്കസ് ചെയ്യാം. അല്ല, അതുകൊണ്ടല്ല എന്റെ വീഡിയോയെ കുറിച്ച് പറഞ്ഞുകൂടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു റിക്വസ്റ്റ് താങ്കളോട് പറയാം. ഒരു റിക്വസ്റ്റ്, വെറുതെ പോയി ഈ കേസിൽ എനിക്കിട്ട വകുപ്പുകൾ, അതായത് അത് ചെയ്തോന്ന് നിങ്ങൾ വെറുതെ ഒന്ന് നോക്കുക സാർ. അല്ല, ഇനി ഒരു കാര്യം ഞാൻ ചേട്ടനോട് തിരിച്ചു പോയി, എന്തായാലും ഈ കേസ് നോക്കി കാണുമല്ലോ, ഞാൻ എന്തെങ്കിലും ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തു. ശരി, പറയുന്നില്ല, അത് പറയുന്നില്ല. അല്ല, ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കുക, എനിക്കെതിരെ അല്ല, ശരി നിർത്തുക, ശരി നിർത്തുക, ശരി നിർത്തുകയാണ്. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഓർക്കണം, പച്ചക്കള്ളമാണ് എനിക്കെതിരെ പറഞ്ഞത്. അത് പച്ചക്കള്ളമാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം ക്യാൻസൽ ആവുമെന്നാണ് വീട്ടുകാർ പറയുന്നത്. പച്ചക്കള്ളമാണ് എനിക്കെതിരെ പറഞ്ഞത്. അത് പറയാമല്ലോ, എന്താണെന്ന് ഡീറ്റെയിൽസ് പറയുന്നില്ല. ഇനി അത് കൊടുക്കുമ്പോൾ അങ്ങനെ ആർക്കെതിരെയും പറഞ്ഞു എന്ന് പറഞ്ഞു കൊടുക്കരുത്. പച്ചക്കള്ളമാണ് എനിക്കെതിരെ പറഞ്ഞത്. പച്ചക്കള്ളം എന്ന് പറഞ്ഞാൽ എവിഡന്റ് ആയ, കണ്ണിന്റെ മുമ്പിലുള്ള പച്ചക്കള്ളങ്ങളാണ് പറഞ്ഞത്. ആ പച്ചക്കള്ളമാണെന്ന് പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല. കാര്യം വീണ്ടും എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നു. അപ്പം ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതുമായിട്ട് ബന്ധമുള്ളതല്ല. എന്തിനാ ഫൈറ്റ് ചെയ്യുന്നതെന്നറിയാം? നാളെ ഇവനെ പോലുള്ള നമ്മുടെ ആൺകുട്ടികൾ വളർന്നു വരുമ്പോ അവരെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ മകനെ അറസ്റ്റ് ചെയ്യരുത്, നിങ്ങളുടെ സഹോദരനെ അറസ്റ്റ് ചെയ്യരുത്. നമ്മുടെ അച്ഛനെയും നമ്മുടെ സഹോദരനെയും നമ്മുടെ മക്കളെയും കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യരുത്. ഇനി ഞാൻ 16 ദിവസം കിടന്നു, അത് പറയാലോ. ഞാൻ 16 ദിവസം കിടന്നു. വേറെ ചില ആൾക്കാർ 80 ദിവസം കിടന്നു. ഉമ്മൻചാണ്ടി സാറിന് നീതി കിട്ടാത്ത, സൂപ്പർ സ്റ്റാറുകളോടൊപ്പം നിൽക്കുന്ന ചില ആൾക്കാർക്ക് നീതി കിട്ടാത്ത, നിവിൻ പോളിക്ക് നീതി കിട്ടാത്ത ഈ നാട്ടിൽ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും നീതി കിട്ടുമോ? കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്ക് നീതി കിട്ടാത്ത, 85 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരാൾക്ക്, ഒരു പ്രമുഖ ആൾക്ക് നീതി കിട്ടാത്ത, അല്ലെങ്കിൽ വേറെ നിവിൻ പോളിയുടെ പേര് പറയാം, കേസൊന്നും ഇല്ലാത്തതുകൊണ്ട്, നിവിൻ പോളിക്ക് നീതി കിട്ടാത്ത ഈ നാട്ടിൽ നിങ്ങളുടെ മക്കൾക്കോ എന്റെ മകനോ എന്റെ മക്കൾക്കോ എന്തെങ്കിലും നീതി കിട്ടൂ? ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം, ഒറ്റ വരി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ മകൻ, നമ്മുടെ അച്ഛൻ, നമ്മുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. നമ്മുടെ അച്ഛൻ, നമ്മുടെ മകൻ, നമ്മുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ഈ 16 ദിവസവും കിടന്നപ്പോ എനിക്ക് ഒരൊറ്റ സന്തോഷം ഉള്ളായിരുന്നു, അത് പിടിച്ച് ഉള്ളത്. മോനെ എന്താന്ന് പറ, സ്കൂളിൽ പറഞ്ഞ എന്താന്ന് പറ, മറ്റേ ടീച്ചർ പറഞ്ഞു. നീ പേടിക്കേണ്ട കാര്യമില്ല, പറഞ്ഞു പിന്നെ പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു.
അത് കുഴപ്പമില്ല, പറഞ്ഞിട്ട് പോ. എന്റെ സ്കൂളിലെ ടീച്ചർ പറഞ്ഞു ബാഡ് തിങ്സ് ഹാപ്പൻ ചെയ്യുമ്പോ ക്വസ്റ്റ്യൻ ചെയ്യണം അച്ഛനെ, യാഗന്റെ അച്ഛനെ പോലെ. അതായത് മോൻ സ്കൂളിൽ പഠിച്ചപ്പോ ഞാൻ 4 ദിവസം വെള്ളം കുടിക്കാതെ കിടന്നു. 4 ദിവസം വെള്ളം കുടിക്കാതെ. അതിനുശേഷം ഡോക്ടർ വന്ന് പറഞ്ഞു കിഡ്നി അടക്കമുള്ള ചീത്തയാവും. എന്റെ 2 മക്കളെ ഓർത്താണ് നിർത്തിയത്. 5 ദിവസം പട്ടിണി കിടന്നു. അത് എന്റെ വീട്ടിലെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല. അപ്പൊ ഇത്രയും വേദനയില് മോന്റെ ഒരു വാക്കിലാണ് എന്റെ സന്തോഷം. എന്താണെന്ന് അറിയാവോ? അവന്റെ സ്കൂളിൽ സോഷ്യൽ സയൻസ് ടീച്ചർ ക്ലാസ്സിൽ വന്ന് പഠിപ്പിച്ചവൻ പറഞ്ഞു, നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് ബാഡ് തിങ്സ് ഹാപ്പൻ ചെയ്യുമ്പോൾ, ചീത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന്? നിങ്ങളത് ക്വസ്റ്റ്യൻ ചെയ്യണം, നിങ്ങളത് ചോദ്യം ചെയ്യണം. നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് ചീത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങളത് ചോദ്യം ചെയ്യണം. എനിക്ക് അങ്ങനെ ചോദ്യം ചെയ്ത് ജയിലിൽ പോയതിൽ അഭിമാനമാണുള്ളത്. ആ മെൻസ് കമ്മീഷന് വേണ്ടിയുള്ള പോരാട്ടം തുടരും. കൂടുതൽ നടപടികളുമായി മെൻസ് കമ്മീഷന് വേണ്ടി ആക്റ്റീവായി തുടരും. നിങ്ങളുടെ മകൻ, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ സഹോദരൻ, നമ്മളുടെ മകൻ, നമ്മളുടെ അച്ഛൻ, നമ്മളുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. എന്റെ മോന്റെ തലയിൽ കൈവച്ച് ഞാൻ പറയുകയാണ്, അയ്യപ്പസ്വാമിയാണ്, മഹാത്മാഗാന്ധിയാണ്, എന്റെ മോന്റെ തലയാണ് സത്യം. ഈ പറഞ്ഞത് 100% സത്യമാണ്. ഈ പറഞ്ഞതിൽ 0.1% പോലും ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. 100% സത്യത്തിൽ പറയുകയാണ്. ഇത് നമ്മളുടെ അച്ഛൻ, നമ്മളുടെ മകൻ, നമ്മുടെ സഹോദരന് വേണ്ടിയുള്ള പോരാട്ടമാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. സഹോദരനടക്കം ഒന്ന് ചെക്ക് ചെയ്യണം. എനിക്കത് പറഞ്ഞ ജാമ്യം കൗൺസിൽ എന്ന് പറയണത് ഒന്ന് ചെക്ക് ചെയ്യണം. ചെയ്തോ ഇല്ലയോ ഒന്നും ചെക്ക് ചെയ്തോളൂ. അത് മാത്രമാണ്.